തിരുവനന്തപുരത്ത് അനധികൃത സ്പാകൾക്ക് ഗംഭീര പണി കൊടുക്കുകയാണ് നഗരസഭ അധികൃതർ. പ്രത്യേകിച്ച് മേയർ നേരിട്ട് ഇടപെട്ടാണ് ഇന്നലെ സ്റ്റാച്യുവിൽ സെക്രട്ടേറിയറ്റിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഒരു സ്പാ അടച്ചുപൂട്ടിച്ചത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. മറ്റൊന്ന്, അവിടെ അഭിമുഖത്തിന് വന്ന ഒരു യുവതിയോട് വളരെ മോശമായി അവർ പെരുമാറുകയും കസ്റ്റമേഴ്സിനടക്കം നൽകാനായി ഇവരുടെ ഫോട്ടോ ആവശ്യപ്പെടുകയും മറ്റും ചെയ്ത പശ്ചാത്തലമുണ്ടായപ്പോൾ അവർ മേയറെ നേരിട്ട് വിളിക്കുകയായിരുന്നു. തുടർന്ന് മേയർ പോലീസിൽ അറിയിക്കുകയും ആ സ്പാ റെയ്ഡ് ചെയ്യുകയുമായിരുന്നു. കോർപ്പറേഷൻ അധികൃതരും അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് അനധികൃതമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 200ഓളം സ്പാകളുണ്ട്. കൂണ് പോലെയാണ് നഗരഹൃദയത്തിലൊക്കെ സ്പാകൾ ഉയരുന്നത്. പെൺകുട്ടികൾ കൂടുതലായി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ക്രോസ് മസാജിങ് അടക്കം അവിടെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾക്കും ഈ സ്പാകൾ കാരണമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനധികൃതമായാണത്. നമുക്കറിയാം, പണമൊക്കെ വാങ്ങിയുള്ള പരിപാടിയാണ്. അതായത് നമുക്ക് പ്രത്യക്ഷമായി തോന്നിയാൽ അതൊരു സ്പായാണ്, മസാജിങ് മാത്രമാണെന്ന് വിചാരിക്കും. പക്ഷേ മറ്റു പല അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്നുവെന്ന് വിവരം കൂടി ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കാൻ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ ആരോഗ്യ വിഭാഗം ഈ സ്പാകളിൽ പരിശോധന നടത്തും. ലൈസൻസ് ഉണ്ടോ, അവ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ, ഇന്നലെ ആദ്യത്തെ റെയ്ഡ് നടന്നത് സ്റ്റാച്യുവിലെ കേന്ദ്രത്തിലായിരുന്നു. അത് അടച്ചുപൂട്ടി. അവിടെ പല പരാതികളുണ്ടായിരുന്നു, ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ആരോഗ്യ വിഭാഗം വീണ്ടും ഇറങ്ങുകയാണ്. നമുക്ക് മനസ്സിലാകുന്നത് 200-ന് പുറത്ത് സ്പാകളുണ്ട് ഈ നഗരത്തിൽ എന്നാണ്, ഈ നഗരസഭാ പരിസരത്ത് എന്നാണ്. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്താൻ തന്നെയാണോ തീരുമാനം? വ്യാപകമായ പരിശോധനയ്ക്കാണ് മേയറുടെ നഗരസഭയുടെയും നിർദ്ദേശം. നമുക്കറിയാം, നേരത്തെയൊക്കെ ഈ കോവളം പോലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഈ കടലോര ടൂറിസം കേന്ദ്രങ്ങൾ കോവളത്തും വർക്കലയും ഒക്കെയാണ് ഇത്തരത്തിൽ സ്പാകൾ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇത് നഗരത്തിൽ പലയിടത്തും, അത് ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇത്തരം സ്പാകളുണ്ട്. എല്ലാം ആയുർവേദ ചികിത്സ, സുഖചികിത്സ എന്ന പേരിലാണ് ആരംഭിക്കുന്നത്. പക്ഷേ അതിൽ പലതും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അത് നേരത്തെ തന്നെ ഇത്തരം വിവരങ്ങൾ ഉള്ളതാണ്. അത് നടപടികളില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ സ്റ്റാച്യുവിലെ സ്പായിൽ ജോലിക്കെത്തിയ യുവതിക്കുണ്ടായ ദുരനുഭവമാണ് ഇത് പുറത്തു വരാനുള്ള കാരണം. അഭിമുഖത്തിനിടെ ആ യുവതിയോട് തൻ്റെ ഫോട്ടോ കൂടി തരണം, കസ്റ്റമേഴ്സിനെ കാണിക്കാനാണെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. അവിടെയാണ് പ്രശ്നങ്ങൾ, സംശയവും തുടങ്ങിയത്. സ്വാഭാവികമായും കസ്റ്റമേഴ്സിനെ കാണിക്കുന്നതിന് വേണ്ടിയെന്ന് യുവതി ചോദിച്ചു. അവിടെ തർക്കമുണ്ടായി. അങ്ങനെയാണ് മേയർ വി രാജേഷിനെ യുവതി ഫോണിൽ വിളിച്ച് കാര്യം അറിയിച്ചത്. അതിനെ തുടർന്നാണ് ഇന്നലെ സ്റ്റാച്യുവിലെ സ്പായിൽ പരിശോധന നടത്തുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്തത്. സമാനമായി 200-ലേറെ സ്പാ തലസ്ഥാന നഗരത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. ഇപ്പോൾ ഏകദേശ കണക്ക് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടങ്ങളെല്ലാം പരിശോധനയുണ്ടാകും. സ്പാ ലൈസൻസ് ഉള്ളവയ്ക്ക് സ്വാഭാവികമായും ഈ ആയുർവേദ സുഖചികിത്സയ്ക്ക് ലൈസൻസ് ഉള്ളവയ്ക്ക് പ്രവർത്തിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ അനധികൃതമായ ഈ സ്പാ ആണെങ്കിൽ പോലും അത് കൃത്യമായി മസാജ് സെൻ്ററുകളാണ്. അവിടെ ക്രോസ് മസാജിങ് അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ക്രോസ് മസാജിങ് അടക്കമുള്ള അനധികൃതമായ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. കാര്യം ക്രോസ് മസാജിങ് പൂർണ്ണമായും അനാശാസ്യമെന്ന് കാണുന്നതിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ടോ, അത് അതിനുള്ള ലൈസൻസ് ഉണ്ടോ, അവർ ക്രോസ് മസാജിങ്ങുള്ള ലൈസൻസ് ഉണ്ടോ, ആ പേരിൽ തന്നെയാണോ സ്ഥാപനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണമുണ്ടാകും. ശക്തമായ പരിശോധനയ്ക്ക്, കൃത്യമായ പരിശോധനയ്ക്കാണ് നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഭാഗമായി ആരോഗ്യ വിഭാഗം വ്യാപകമായി ഇത്തരം സ്പാകളിൽ പരിശോധന നടത്താനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതാണ് സാഹചര്യം. അരുണ്, ഒപ്പം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രോസ് മസാജിങ് ആണല്ലോ പരാതിയായി പ്രത്യേകിച്ചും വരുന്നത്. അത് അനധികൃതമാണ്. നമുക്കറിയാം, ഈ പല സ്പാ കേന്ദ്രങ്ങളിലും നടക്കുന്ന ഒരു സംഗതി അതുകൂടിയാണ്. അത് ഇന്നലെ വന്ന മേയർക്ക് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അവിടെ ഒരു സ്വാഭാവികമായ പെരുമാറ്റം ഈ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു സ്പാ അധികൃതരുടെ ഭാഗത്ത് നിന്ന്. തുടർന്ന് അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത്. പോലീസിൻ്റെയും നഗരസഭാ അധികൃതരുടെയും സംയുക്ത നീക്കമാണോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക? തീർച്ചയായിട്ടും പരാതികൾ അങ്ങനെയാണ്. ക്രോസ് മസാജിങ് നടത്തുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരം പരാതികൾ സ്വാഭാവികമായും അതിൽ ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ അത്തരം പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നഗരസഭയ്ക്ക് ലഭിച്ച വിവരം സ്വാഭാവികമായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ കാണിക്കാൻ പറയുമ്പോൾ എന്തിനാണെന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ക്രോസ് മസാജിങ് അടക്കം നടക്കുന്നു. അത് തുടരുക. ഇപ്പോൾ ശ്രീ എം.ആർ. ഗോപൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ കൂടി അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ എം.ആർ. ഗോപൻ, ഇപ്പോൾ നമുക്കറിയാം കാലങ്ങളായി നടക്കുന്ന ഒരു സംഗതിയാണ്. 200 സ്പാകളുണ്ട്. പലതും അനധികൃതമാണ്. പലതരത്തിലുള്ള പിന്തുണയും
ഒക്കെ ഉള്ള സ്പാകളാണ്. ഒരുപാട് ഉന്നത ബന്ധങ്ങളൊക്കെ പലർക്കും കാണും. ഇവരെയൊക്കെ പരിശോധിക്കുക, പൂട്ടിക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമാണോ? തീർച്ചയായിട്ടും എത്ര ഉന്നത ബന്ധമുണ്ട് എങ്കിൽ പോലും തിരുവനന്തപുരം നഗരസഭാ ഭരണകൂടം ഇത്തരം ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് വമ്പന്റെ സ്ഥാപനമായാലും പൂട്ടിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്നലെ നടന്നത്. അതൊരു തുടക്കമാണ്, പ്രാഥമികമായിട്ടുള്ള തുടക്കമാണ്. ബാക്കി മുഴുവൻ സ്പായി ഞാൻ ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് മുഴുവൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. നഗരത്തിലുള്ള മുഴുവൻ സ്പായും പരിശോധിക്കാനും നിയമവിരുദ്ധമായി ഏത് കണ്ടാലും അപ്പ പൂട്ടിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കും. ഇപ്പോൾ പ്രാഥമികമായ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരശേഖരണമൊക്കെ നടത്തി കാണുമല്ലോ. എന്തെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ സ്പാകളുടെ പ്രവർത്തനം സംബന്ധിച്ച്? ഇല്ല, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇന്നലെയാണല്ലോ ഇഷ്യൂ, മെനിഞ്ഞാന്നാണല്ലോ അത് പുറത്തു വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തിരുവല്ലയിൽ നടന്നിട്ടുള്ള കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട നിമിഷം മുതൽ സ്പായുടെ ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളതിനെ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ പരിശോധിച്ച് മുഴുവൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവിടെ ഈ റൈഡ് നടക്കുന്ന സമയത്ത് തന്നെ ഓഫീസിലുണ്ടായിരുന്നു. റൈഡിന് ഉദ്യോഗസ്ഥരെ പോയി തിരിച്ചു വന്ന് അവർ റിപ്പോർട്ട് കേട്ട ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും എല്ലാ സ്ഥലത്തും തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള മുഴുവൻ സ്പാ കേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഈ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ പരാതി മേയർക്ക് നേരിട്ട് കിട്ടുകയായിരുന്നു അല്ലേ? അതെ അതെ. അതെന്തായിരുന്നു സംഭവം? എന്തായിരുന്നത്? ഒരു പെൺകുട്ടി അവിടെ പോയ സമയത്ത് ആ കുട്ടിക്ക് ഏതോ തരത്തിലുള്ള മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായി എന്നാണ് മേയറോട് ഫോണിൽ വിളിച്ചിട്ട് ആ വിവരം പറഞ്ഞത്. അപ്പോൾ തന്നെ മേയർ വൈകുന്നേരം അതിന് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കാൻ കൺട്രോൾമെന്റ് പോലീസും അതുപോലെ നമ്മുടെ ഹെൽത്ത് സ്ക്വാഡും പ്ലാൻ ചെയ്തു. ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ വന്നു. ഞാനും മേയറും കൂടെ നിന്നിട്ട് തന്നെ ഈ കാര്യങ്ങളെ പ്ലാൻ ചെയ്തിട്ട് ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി അവർക്ക് ലൈസൻസ് ഉള്ള ഒരു ഭാഗം ഒരു ബിൽഡിംഗ് തന്നെ എടുത്തിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി നഗരസഭയെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭാഗങ്ങൾ ലൈസൻസിൽ ഉൾപ്പെടുത്തും, ചില ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തൂല. ഉൾപ്പെടുത്താത്ത സ്ഥലത്താണ് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് മുഴുവൻ ലൈസൻസ് ഒരു അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സ്പായുടെ അഡ്രസ് ചെയ്ത് നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ എവിടെ നടത്തിയാലും അത് മുഴുവൻ നടപടിക്ക് വിധേയമാക്കണമെന്ന് ബഹുമാനപ്പെട്ട മേയറും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കും ഉദ്യോഗസ്ഥർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് നിലയിലുള്ള ഏത് വമ്പന്റെ സ്ഥാപനമായാലും അത് ഞങ്ങളെ സംബന്ധിച്ച് വിഷയമേ അല്ല. ശരി, നന്ദി ശ്രീ ഗോപൻ. അതാണ് സാഹചര്യം. ഏതായാലും നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് കൃത്യമായ നിർദ്ദേശം ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നൽകി കഴിഞ്ഞു എന്നാണിപ്പോൾ കൗൺസിലർ വ്യക്തമാക്കിയിരിക്കുന്നത്.